ഹായ്, ട്രാവൽ ക്യാപ്ചറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ യാത്ര കൊല്ലം ജില്ലയിലെ അഷ്ടമുടി കായലിനോട് ചേർന്ന് നടക്കുന്ന പ്രദേശമായ മൺറോ തുരുത്തിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 80 കിലോമീറ്റർ ദൂരമുണ്ട് മൺറോ തുരുത്തിലേക്ക്. ഇപ്പോൾ സമയം രാവിലെ 5 മണി കഴിഞ്ഞു. ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാനിപ്പോൾ കൊല്ലം എത്തി. ഇവിടെ നിന്ന് ഏകദേശം 24 കിലോമീറ്റർ ഉണ്ട് ഇനി മൺറോ തുരുത്തിലേക്ക്. റോഡ് കൂടാതെ ജങ്കാർ സർവീസ് നടത്തുന്ന വേറെയും വഴിയുണ്ട്. ഞാൻ മാപ്പ് നോക്കി വന്നതുകൊണ്ടാണ് ഈ വഴി പോകുന്നത്. ഇപ്പോൾ സിറ്റിയിലെ അന്തരീക്ഷമൊക്കെ മാറി, രണ്ട് സൈഡിലും മരങ്ങളും ചെടികളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. എത്താറായെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ മൺറോ തുരുത്ത് എത്തിച്ചേർന്നു. എൻ്റെ വലതുവശത്തായിട്ട് ചെറിയ കനാലും തൊട്ട് ഫ്രണ്ടിലായിട്ട് കായലൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞു. ഇവിടെ അങ്ങനെ അധികം തിരക്കൊന്നും ഇപ്പോൾ കാണാനില്ല. പ്രകൃതി ഭംഗി ഏറെയുള്ള സ്ഥലമാണിത്. ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാനിന്ന് ആദ്യം പോകുന്നത് AD 1878 നിർമ്മിച്ചൊരു പള്ളിയുണ്ട് ഇവിടെ, അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ പാളത്തിനപ്പുറം കടന്നു വേണം നമുക്ക് പള്ളിയിലോട്ട് പോകാൻ. വേറെ വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ എനിക്ക് കാണിച്ചു തന്ന വഴിയാണിത്. നമ്മൾ നാട്ടിൻ പ്രദേശങ്ങളിൽ കാണുന്ന വഴി പോലെ വേലിയും ചെടിയും ഒക്കെ ആയിരുന്ന ഒരു വഴിയാണിത്. അധികം ഒരുപാട് വീടുകളൊന്നും ഇല്ലെങ്കിലും കുറച്ച് വീടുകൾ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ട്. ഇതാണ് പള്ളിയിലേക്കുള്ള വഴി. നമ്മൾ തൊട്ട് മുന്നിലായിട്ട് കാണുന്നതാണ് പള്ളി. സാധാരണ നമ്മൾ കാണുന്ന പള്ളികളിൽ എന്തൊക്കെ വ്യത്യാസം ഇതിനുണ്ട്. ഇതിൻ്റെ പുറകുവശമൊക്കെ കാണുമ്പോൾ ഒരു വലിയ വള്ളം കമഴ്ത്തി വെച്ചാൽ അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കും, അതാണ് ഇതിൻ്റെ മേൽക്കൂരയുടെ ആകൃതി. AD 1878 നിർമ്മിച്ച പള്ളിയുടെ മുൻവശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതാണ് പള്ളിയുടെ ഉൾവശം. ഇവിടെ ഞായറാഴ്ചകളിൽ മാത്രം വൈകിട്ട് 4 മണിക്ക് വിശ്വാസികൾ മാത്രം വന്നൊരു പ്രാർത്ഥനയെന്നാണ് ഞാൻ ഇവിടെ തിരക്കിയപ്പോൾ പറഞ്ഞത്. അല്ലാതെ സാധാരണ പള്ളികളിൽ കാണുമ്പോൾ എല്ലാ ദിവസവും പ്രാർത്ഥനയൊന്നുമില്ല ഇവിടെ. ഈ പള്ളിയുടെ തൊട്ട് മുൻപിലായി തന്നെ ഒരു ബോട്ട് ജെട്ടിയുണ്ട്. ഇവിടെ ഉള്ളവർ കൂടുതലും വള്ളമൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു.
അപ്പോൾ അവർക്കൊക്കെ വന്നു പോകാനുള്ള സൗകര്യത്തിനായിരിക്കാം. അപ്പോൾ ഇവിടുത്തെ വേറെ വിശേഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരക്കാനോ അന്വേഷിക്കാനോ ഒന്നും ഇപ്പോൾ ഇവിടെ ആരെയും കണ്ടില്ല. ഞാൻ വന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ബോട്ട് ചെട്ടിയിൽ പോയി ഒന്ന് കാണാം. ഇവിടുത്തെ ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഈ കായലിലും കനാലിലും ഒന്നും ആരും ചപ്പുചോറുകൾ കൊണ്ടിട്ട് വൃത്തികേടാക്കിയിട്ടില്ല. ഇവിടെ ഭയങ്കര രസമായിട്ട് അവർ വൃത്തിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ടത്. ഇനി ഞാൻ അടുത്ത് പോകുന്നത് ഇവിടുത്തെ കായലിൻ്റെയും കനാലിൻ്റെയും തുരുത്തിൻ്റെയൊക്കെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം വന്ന സ്ഥലത്തൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത് ഞാൻ പോകുന്നത്.
പോകുന്ന കനാലിൻ്റെ രണ്ട് സൈഡിലും ചെമ്മീനും കരിമീനും കൃഷി ചെയ്യുന്നത് കാണാം. ഇവിടുത്തെ പ്രധാന കൃഷി അതാണ്.